ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മുടെ +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ഏരിയകളും കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ യൂസേഴ്സ് എന്നുള്ളത്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഇതിന് പല രൂപത്തിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സ്? ഓണേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയീസ്. എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ് ആൻഡ് റെഗുലേറ്ററി ഏജൻസീസ്, സെക്യൂരിറ്റി അനലിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സ്. ഇവരാണ് ആര്? എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഓണർ എന്ന് പറഞ്ഞാൽ ആരാണ്, അവർക്ക് ഏത് രൂപത്തിലാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമായിട്ട് വരുന്നത്, മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, അവർക്ക് എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ആവശ്യകത എത്രത്തോളമാണ് ഉള്ളത്, അതുപോലെ എക്സ്റ്റേണൽ യൂസേഴ്സ് അല്ല ലെൻഡേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഇവർക്കൊക്കെ എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമായിട്ട് വരുന്നതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഏറ്റവും മാർക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണെന്നുള്ള ഒരു ചാർട്ട് രൂപത്തിൽ ഇന്റേണൽ യൂസേഴ്സ് എന്നും വെസ്റ്റേൺ യൂസേഴ്സ് എന്നും ആദ്യം തന്നെ കാണിച്ചിട്ട് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നാവും. അതല്ലാതെ നമുക്ക് വൺ വേർഡ് ആയിട്ടുമാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് ഇന്റേണൽ യൂസേഴ്സിനും വെസ്റ്റേൺ യൂസേഴ്സിനും തന്നിട്ട് അതിൽ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും ആരൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് എഴുതാനായിട്ട് പറയും. അതുപോലെ തന്നെ ഓഡ് വൺ കണ്ടെത്താൻ പറഞ്ഞിട്ട് അപ്പോഴും നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയണം ആരാണ് ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. അപ്പോൾ ഇവിടെ പഠിക്കാനായിട്ട് ഒരു പ്രയാസമില്ല. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ 3 ആളെ വരുന്നുള്ളൂ, ഓണേഴ്സും മാനേജ്മെന്റും എംപ്ലോയീസും. അപ്പോൾ അത് 3 നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി യൂസേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം എന്താണ്? എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ ഹാർട്ട് ആക്കി വെക്കുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓണേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയീസ് ആണ് ഇന്റേണൽ യൂസേഴ്സ്, മറ്റെല്ലാ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സിലെ ഫസ്റ്റ് ആണ് ഓണർ. ഓണർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓണേഴ്സ് ആർ ദി ലീഗൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദി ബിസിനസ് ആൻഡ് സൈനിങ് അതോറിറ്റി. അതായത് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ്, അല്ലെങ്കിൽ അതിന്റെ ഓഹരി ഉടമയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓണർ എന്ന് പറയുന്നത്. ഈ ഓണർക്ക് എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമാണ്? അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സച്ച് ആസ് പ്രോഫിറ്റബിലിറ്റി, ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എക്സെട്ര. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അവരുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളതൊക്കെ അറിയാനാണ് അവർ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ മാനേജ്മെന്റ് എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യപ്പെടുന്നതാണ്? അക്കൗണ്ടിങ് ഗിവ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ടു മാനേജ്മെന്റ് ഓൺ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ്. അതായത് ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാനും അതിന്റെ ധനസ്ഥിതി അറിയാനും അതുപോലെ തന്നെ ഫണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയാനും ഫ്യൂച്ചറിലേക്ക് എന്തെല്ലാം പ്ലാനിങ്ങുകളാണ് നടത്തേണ്ടത് എന്നുള്ളതൊക്കെ അറിയാൻ മാനേജ്മെന്റ് അക്കൗണ്ട് ഇൻഫോർമേഷൻ ആവശ്യമാണ്. പിന്നെ അടുത്തൊരു ഇന്റേണൽ യൂസറാണ് എംപ്ലോയീസ്. അവർക്ക് എന്തിനാണ്? എംപ്ലോയീസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബിക്കോസ് ഓഫ് വാരിയസ് പ്രോഫിറ്റ് ഷെയറിംഗ് ആൻഡ് ബോണസ് സ്കീം. അതായത് തൊഴിലാളികൾക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഷെയർ കിട്ടുമോ, അല്ലെങ്കിൽ അവരുടെ സാലറിയിൽ എന്തെങ്കിലും ഇൻക്രിമെന്റ് ഉണ്ടാവുമോ, അവർക്ക് ബോണസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാനാണ് എംപ്ലോയീസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യപ്പെടുന്നത്. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ ദി സപ്ലയേഴ്സ് ഓഫ് ഫിനാൻസ് ആൻഡ് ഇൻ ദെയർ കപ്പാസിറ്റി ആസ് ഓണേഴ്സ്. അതായത് ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ധനം സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് ആര്? ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകരെന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിനനുസരിച്ചിട്ട് അവർക്ക് അതിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളത് അറിയാൻ, അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് സ്ഥാപനത്തിലാണോ ആ സ്ഥാപനം നഷ്ടത്തിലാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാനാണ് അവർ ഇൻഫോർമേഷൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ലെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം നൽകുന്ന ആളുകളാണ്. ബാങ്ക്, വ്യക്തികളാവാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഇവരെയാണ് നമ്മൾ ലെൻഡേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അവരെന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യപ്പെടുന്നത്? ടു നോ വെദർ ദി ഫേം ക്യാൻ റീപേ ദി ലോൺ ടേക്കൺ വെൻ ഡ്യൂ ഫോർ പേയ്മെന്റ്. അതായത് അവർ ലോൺ എടുക്കാന്നുണ്ടെങ്കിൽ കറക്റ്റ് തിരിച്ചടക്കാൻ കഴിയോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തൊരു എക്സ്റ്റേണൽ യൂസറാണ് സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് ആർ സെല്ലേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സാധനങ്ങൾ
സേവനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളാണ്, നൽകുന്ന ആളുകളാണ്. അത് കടമായിട്ട് നൽകാം, ക്യാഷിനായിട്ടും കൊടുക്കാം. ക്യാഷിന് സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കടമായിട്ട് നൽകുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ അതിനുള്ള പൈസ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നറിയണം. അവർക്ക് ആ സ്ഥാപനത്തിന്റെ സ്ഥിതി എന്താണെന്ന് അറിയണം. അപ്പോൾ അവിടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അറിയാൻ നിർബന്ധമാണ്. പിന്നെ അടുത്ത ആളിന് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബയേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങൾ വാങ്ങുകയും സേവനങ്ങൾ വാങ്ങുന്ന ആളാണ്. അവർക്ക് എന്തിനാണ് ഇത് അറിയുന്നത്? ദി ഫേംസ് എബിലിറ്റി ടു സർവീസ് ദി പ്രോഡക്റ്റ്, കംപ്ലൈ വിത്ത് വാറന്റി, മീറ്റ് അഗ്രിമെന്റ്സ് എക്സെട്ര. അതായത് ആ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, അതായത് കസ്റ്റമർ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്ന സമയത്ത് അതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കംപ്ലൈന്റ് പരാതി സമർപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അറിയുന്നതിന് വേണ്ടി, അതുപോലെ എത്രത്തോളം ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഈ സ്ഥാപനം അവൈലബിൾ ആക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ആ സ്ഥാപനത്തിന്റെ സ്ഥിതി അറിയണം. അപ്പോൾ ആ സ്ഥിതി ഏതിലൂടെയാണ് ലഭ്യമാകുന്നത്? അക്കൗണ്ടിങ് ഇൻഫോർമേഷനിലൂടെയാണ്. പിന്നെ ഗവൺമെന്റ് ആൻഡ് റെഗുലേറ്ററി ഏജൻസീസ്, നമുക്കറിയാം ടാക്സ് കാര്യങ്ങളൊക്കെ അടക്കുന്നതിന് ഗവൺമെന്റിന് ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് വിവരങ്ങൾ അറിയണം. പിന്നെ സെക്യൂരിറ്റി അനലിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സ്. സെക്യൂരിറ്റി അനലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഓഹരികളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ അനുയോജ്യമായ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ആ സ്ഥാപനത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് അറിയണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ ഏതിൽ നിന്ന് കിട്ടുന്നുണ്ട്? അക്കൗണ്ടിങ്ങിൽ നിന്നും ലഭ്യമാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ യൂസേഴ്സ് ആണ് ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഇനി അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നിന്നും 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഓഡ് വൺ ഔട്ട്, 1 മാർക്കിന്. മാനേജർ, ബാങ്ക്, ഗവൺമെന്റ്. അപ്പോൾ അതിന് ഏതാണ് ഓഡ് വൺ എന്നുള്ളത് കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ഓഡ് വൺ കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാം 3 കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് യൂസേഴ്സ് ആണ്. അപ്പോൾ ഓഡ് വൺ കണ്ടെത്തണമെങ്കിൽ 2 കാര്യം നമുക്കറിയണം. ഇന്റേണൽ യൂസർ ആരാണ്, എക്സ്റ്റേണൽ യൂസർ ആരാണെന്ന് അറിയണം അല്ലേ. അപ്പോൾ ഇതിൽ ആരാണ് ഇന്റേണൽ യൂസർ? മാനേജർ ആണ് അല്ലേ. ബാങ്കും ഗവൺമെന്റ് എക്സ്റ്റേണൽ യൂസർ ആണ്. അപ്പോൾ ഓഡ് വൺ ഏതാണ്? മാനേജർ. അപ്പോൾ ചില സമയങ്ങളിൽ റീസൺ ചോദിക്കുക. അപ്പോൾ റീസൺ അറിയണം നമുക്ക്. റീസൺ എന്തെന്ന് നോക്കിയാൽ മാനേജർ ഈസ് ഇന്റേണൽ യൂസർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അതേഴ്സ് ആർ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും കൊടുക്കാം. 2 രീതിയിലും റീസൺ എഴുതാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് തന്നെ വന്നാണ്. മാർച്ച് 2013. നെയിം എനി 2 ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ഓഫ് യുവർ ചോയ്സ്. അത് ഏതെങ്കിലും 2 ഇന്റേണൽ യൂസേഴ്സ് എൻ്റെ പേരെഴുതാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഇന്റേണൽ യൂസേഴ്സിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും 1 മാർക്കിനാണ്. അപ്പോൾ അവിടെ 2 ആളുടെ പേര് മാത്രം എഴുതിയാൽ മതി. നമുക്കറിയാം ഓണേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ആര്? മാനേജർ എന്ന് പറയുന്നതും. മാനേജർ, ഓണേഴ്സ്, എംപ്ലോയീസ് അല്ലെങ്കിൽ മാനേജ്മെന്റ്, ഇതിലേതെങ്കിലും 2 നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2018 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെൻഷൻ എനി 2 ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അപ്പോൾ ഒരുപാട് തവണ 2-3 തവണ ചോദിച്ചിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് അതിനെ ഒഴിവാക്കരുത്. കഴിഞ്ഞ് തൊട്ടടുത്തുള്ള വർഷങ്ങളിലൊന്നും ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ വർഷത്തിൽ അത് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്, അവോയ്ഡ് ചെയ്യരുത്. ഒരുപാട് തവണ ചോദിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി അവോയ്ഡ് ചെയ്യരുത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ബേസിക് ടേംസ് ഏതൊക്കെ നോക്കാം. ഒരുപാട് ടേംസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ. ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ റവന്യൂ, സെയിൽസ്, പ്രോഫിറ്റ്, ലോസ്, ക്യാപിറ്റൽ, അസറ്റ്സ്, ലാബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടേംസ് പഠിച്ചിട്ടുണ്ട്. അതിൽ അസറ്റ്സും ലാബിലിറ്റീസും കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതുപോലെയുള്ള പ്രധാനപ്പെട്ട മറ്റ് ടേംസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട ടേംസ് ആണ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, റവന്യൂ, എക്സ്പെൻസസ്, എക്സ്പെൻഡിച്ചർ, ലോസ്, പ്രോഫിറ്റ്, ഇൻകം, ഡ്രോയിങ്സ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, സെയിൽസ്, പർച്ചേസസ്, ഗുഡ്സ് ഓർ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ. ഇത്രയും ടേംസ് ആണ് അക്കൗണ്ടൻസിയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള, ഇത്രയും പദങ്ങളാണ് അക്കൗണ്ടൻസിയിൽ നമ്മൾ പല അക്കൗണ്ടുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള പദങ്ങളാണ്. അപ്പോൾ അതിൽ പരീക്ഷയ്ക്ക് പല ആവർത്തി ചോദിച്ചിട്ടുള്ള ടേംസ് ആണ് ബിസിനസ് ട്രാൻസാക്ഷന്, അതുപോലെ എക്സ്പെൻഡിച്ചർ, അതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അസറ്റ്സ്, ലാബിലിറ്റീസ്. പിന്നെ ചോദിക്കുന്ന മറ്റൊരു ടേമാണ് ക്യാപിറ്റൽ, അതുപോലെ ഡെപ്റ്റേഴ്സ്.
അതുപോലെ തന്നെ ഗുഡ്സും. ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം മറ്റുള്ളത് ചോദിക്കൂല എന്നുള്ളതല്ല, എല്ലാ ടേംസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ പല ആവർത്തി ചോദിച്ചത് ഇതാണെന്ന് മാത്രം. അപ്പോൾ എല്ലാ ടേംസും മനസ്സിലാക്കി വെക്കണം. നമ്മൾ എക്സാമിന് ചോദിച്ചാൽ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമല്ല, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ബിസിനസ് ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ എന്താണ്? ദി ഡീലിംഗ്സ് ഓഫ് എ ബിസിനസ് മാൻ എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ് ഈസ് കോൾഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ് മാൻ പണത്തിന്റെ രൂപത്തിൽ നടത്തുന്ന എല്ലാ ഇടപാടുകളെയും നമുക്ക് എന്തെന്ന് പറയാം? ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അത് എന്തിന്റെ രൂപത്തിലാണ്? മോണിറ്ററി ടേംസ്, പണത്തിന്റെ രൂപത്തിലാവണം. അല്ലാത്തതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല? ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാനായിട്ട് സാധ്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ് ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ 2012 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദി ഈവൻറ്റ്സ് നോട്ട് അവൈലബിൾ ടു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾ എക്കണോമിക് ഈവൻറ്റ്സും പഠിച്ചിട്ടുണ്ട്, നോൺ എക്കണോമിക് ഈവൻറ്റ്സും പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യാം ഇതിന് കേട്ടോ. അതായത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെടാത്ത ഇനം ഏതാണെന്നുള്ളതാണ്. സെയിൽ ഓഫ് ഗുഡ്സ്, സാലറി പെയ്ഡ്, ഡയറക്ടേഴ്സ് ആർ അപ്പോയിന്റഡ്, റെന്റ് റിസീവ്ഡ്. അപ്പൊ ഈ 4 ഏതായിരിക്കും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റായിട്ട് ബന്ധപ്പെടാത്തത്? അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പണത്തിന്റെ രൂപത്തിലുള്ളതാണ്. അപ്പൊ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത് ഏതായിരിക്കും? ഡയറക്ടേഴ്സ് ആർ അപ്പോയിന്റഡ് അല്ലെ. അതായത് ഡയറക്ടേഴ്സിനെ നിയമിക്കുന്നതിന് പണമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. സെയിൽ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വിറ്റാൽ ക്യാഷ് കിട്ടും. സാലറി എന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ്, റെന്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ്. അപ്പൊ ഡയറക്ടേഴ്സ് അപ്പോയിന്റഡ് ആണ് അതിനുള്ള ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 2013 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ്. മിസ്റ്റർ അലി ഈസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് മാൻ ആർ ബിസിനസ് ട്രാൻസാക്ഷൻസ്. അത് അലിയുടെ അഭിപ്രായത്തിൽ ഒരു കച്ചവടക്കാരുടെ ഇടപാടുകളെല്ലാം വാണിജ്യ ഇടപാടുകളാണ് എന്നുള്ളതാണ് അലി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. ഡു യു അഗ്രി വിത്ത് ഹിം? നിങ്ങൾ അയാളോട് യോജിക്കുന്നുണ്ടോ? അദ്ദേഹത്തോട് യോജിക്കുന്നുണ്ടോ? വൈ? എന്തുകൊണ്ട്? അത് യെസ് ആണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ട്, നോ ആണെങ്കിലും എന്തുകൊണ്ട്. 3 മാർക്കുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ യെസ് ഓർ നോ എന്നെഴുതുന്നതിനാണ് 1 മാർക്ക്. അപ്പോൾ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരു കച്ചവടക്കാരന്റെ എല്ലാ ഇടപാടുകളും വാണിജ്യ ഇടപാടുകളാണ് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ പണത്തിന്റെ രൂപത്തിൽ നടത്തുന്ന ഇടപാടുകൾ എന്താണ്? വാണിജ്യ ഇടപാടുകളാണ്. അപ്പൊ അദ്ദേഹത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നോ എന്നാണ് ആൻസർ. വൈ? എന്തുകൊണ്ട്? ബിസിനസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അത് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എന്താവണം? അത് ആ വാണിജ്യ ഇടപാടാണെന്നുണ്ടെങ്കിൽ എന്താവണം? അത് പണത്തിന്റെ രൂപത്തിലുള്ളതാവണം. അല്ലാതെ എല്ലാ ഇടപാടുകളും എന്തല്ല? വാണിജ്യ ഇടപാടുകളല്ല, ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ല. അപ്പൊ അതാണ് അതിനുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 2016 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ. താഴെ 4 കാര്യങ്ങൾ തരുന്നുണ്ട്. അതിൽ ബിസിനസ് ഇടപാട് അല്ലാത്തത് നോട്ട് എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്ന് പോയിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ ഏതാണെന്ന് എടുത്ത് എഴുതും. അപ്പൊ ബിസിനസ് ഇടപാട് അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. എ ബോട്ട് മോട്ടോർ കാർ ഫോർ ബിസിനസ് ₹1 lakh. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ബിസിനസിന് മോട്ടോർ കാർ വാങ്ങി. അപ്പൊ അത് പണത്തിന്റെ രൂപത്തിലുള്ളതാണ് അല്ലെ. അപ്പൊ അത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. പെയ്ഡ് എംപ്ലോയീസ് സാലറി ₹1,000. തൊഴിലാളികൾക്ക് 1000 രൂപ ശമ്പളം കൊടുത്തു. അതും ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലേ. പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ബിസിനസ് ₹2,000. ബിസിനസിന്റെ പൈസയിൽ നിന്നും 2000 രൂപ എടുത്തിട്ട് മകന്റെ ഫീസ് നൽകി. അപ്പൊ അതും ബിസിനസ് ട്രാൻസാക്ഷൻ തന്നെയാണ്. ബിസിനസിന്റെ പൈസയിൽ നിന്നാണ് പോകുന്നത്. ബിസിനസ് ചെയ്യുന്ന അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? 2000 രൂപ പോകുന്നത്. അടുത്ത പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട് ₹2,000. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്നും 2000 രൂപ എടുത്തിട്ട് എന്ത് ചെയ്തു? മകന്റെ ഫീസ് അടച്ചു. അപ്പോ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല അല്ലെ. അതായത് പേഴ്സണൽ അക്കൗണ്ട് എന്നാണ്. അത് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. മറ്റേ ബിസിനസ് നിന്ന് എടുത്തതായതുകൊണ്ട് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത് പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത് ഏതാണ്? പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട് ₹2,000. അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും 2000 രൂപ എടുത്തിട്ട് മകന്റെ ഫീസ് അടച്ചു എന്നുള്ളതാണ് ഇവിടെ ഏതല്ലാത്തത്? ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത്. അപ്പൊ ഇത്രയാണ് ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം. പണത്തിന്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഇടപാടുകളാണ് ഏത്? ബിസിനസ് ട്രാൻസാക്ഷൻസ്. അടുത്ത ടേം ആണ് റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഏൺഡ് ഫ്രം ബിസിനസ് ത്രൂ സെയിൽസ്. അതായത് സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നതിലൂടെ ഒരു ബിസിനസ് സ്ഥാപനം ഏൺ ചെയ്യുന്ന തുകയാണ് എന്ത്? വരുമാനം, റവന്യൂ എന്ന് പറയുന്നത്.
അപ്പോൾ റവന്യൂ ഇൻകം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റവന്യൂ എന്ന് പറഞ്ഞാൽ സെയിൽസിലൂടെ നേടുന്നതാണ്, അല്ലെങ്കിൽ ഫീസ് കിട്ടുന്നതിലൂടെ, കമ്മീഷൻ കിട്ടുന്നതിലൂടെ, വാടക കിട്ടുന്നതിലൂടെ, പലിശ കിട്ടുന്നതിലൂടെ, ഇതിലൂടെ ഒക്കെ കിട്ടുന്ന വരുമാനമാണ് ഏത്? റവന്യൂ. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ മൊത്തം വരുമാനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻകം. രണ്ടും മീനിങ് പറയുമ്പോൾ വരുമാനം എന്നാണ് മലയാളീകരിച്ച് നമ്മൾ പറയുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചില പണ്ട് ആദ്യം 2010 മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ റവന്യൂവിന്റെ പ്രധാനപ്പെട്ട സോഴ്സ്, ദി മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഏതാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. സെയിൽസ് ആണ് കേട്ടോ, വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇനി അടുത്ത ടേമാണ് എക്സ്പെൻസസ്. എക്സ്പെൻസ് പറഞ്ഞാൽ നമുക്കറിയാം ചെലവ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്തൊക്കെയാണോ ക്യാഷ് ചെലവാകുന്നത് അതിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാത്തിനും നമ്മൾ എക്സ്പെൻസ് എന്ന് പറയില്ല. ചെറിയ ചെറിയ ചെലവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് റെന്റ് കൊടുക്കുക, വേജ് കൊടുക്കുക, സാലറി കൊടുക്കുക, കമ്മീഷൻ കൊടുക്കുക, ഇൻട്രസ്റ്റ് കൊടുക്കുക, പലിശ കൊടുക്കുക, ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസസ് എന്ന് പറയുന്നത്, ചെറിയ ചെറിയ ചെലവുകൾ. അടുത്തതാണ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസിന്റെ അർത്ഥം ചെലവ് തന്നെയാണ്, എക്സ്പെൻഡിച്ചറിന്റെ അർത്ഥം ചെലവ് തന്നെയാണ്. പക്ഷെ രണ്ടും നമ്മൾ വ്യത്യാസമുണ്ട്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചെലവുകളായിരുന്നു, ദൈനംദിനമായിട്ട് വരുന്ന ചെലവുകൾ. എന്നാൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിക്സ്ഡ് അസറ്റ്സ് ഇല്ലേ, ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇതുപോലത്തെ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അസറ്റ്സ് നേടിയെടുക്കാൻ വേണ്ടി വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതൊരു ലോങ് ടേം എക്സ്പെൻസ് ആണ്. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും. അപ്പൊ അതില് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചെലവുകൾ, അതായത് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ്, ലാൻഡ്, ബിൽഡിംഗ് പോലുള്ള അസറ്റ്സ് നേടിയെടുക്കാൻ, അതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവാണ് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് നേട്ടങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് കിട്ടും. ചെലവാണെന്നുണ്ടെങ്കിൽ നേട്ടങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്തരം എക്സ്പെൻസസ് ആണ് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പരീക്ഷ ചോദിച്ചിട്ടുള്ള ഇതാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് ഡിഫറൻസ് എഴുതുക, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചേഴ്സിന്റെ എക്സാമ്പിൾസ് തന്നിട്ട് അതിൽ നിന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണെന്നുള്ള ക്ലാസിഫൈ ചെയ്യാനൊക്കെയാണ് നമുക്ക് ഇതുവരെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൽ ക്വസ്റ്റ്യൻ വന്നത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്നത്. എ സ്റ്റുഡന്റ് ഓഫ് +1 കൊമേഴ്സ് ആഫ്റ്റർ ഗോയിങ് ത്രൂ ദി ടോപ്പിക് capital expenditure and revenue expenditure has classified certain expenditure as given below. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന ഭാഗം ഒരു +1 കൊമേഴ്സിന് പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ച ശേഷം താഴെ പറയുന്ന രീതിയിലാണ് ചെലവുകളെ തരംതിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി തിരിച്ചത് നമുക്ക് എങ്ങനെ നോക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഒരു സൈഡിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ആ സ്റ്റുഡന്റ് കൊടുത്തത് മെഷീനറി പർച്ചേസ്ഡ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഗുഡ്സ് പർച്ചേസസ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ആ സ്റ്റുഡന്റ് ചെയ്തത് സെയിൽ ഓഫ് ലാൻഡ്, ഇൻസ്റ്റലേഷൻ ചാർജ് ഓൺ മെഷീനറി, റെന്റ് പെയ്ഡ്. ഇനി നമ്മളോട് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡു യു അഗ്രി വിത്ത് ദി എബോവ് ക്ലാസിഫിക്കേഷൻ? മുകളിൽ കൊടുത്ത ആ ക്ലാസിഫിക്കേഷനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? +1 കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടി ചെയ്തതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതൊക്കെയാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ യോജിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മാർക്ക് ഉണ്ട്. അപ്പൊ യെസ് ആണോ നോ ആണോ എന്നുള്ളത് വളരെ വ്യക്തമായി ചിന്തിച്ചിട്ടേ ചെയ്യാവൂ. ഇഫ് നോട്ട് കറക്റ്റ് ഇറ്റ്, അത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് തിരുത്തുകയും ചെയ്യണം. ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അതിന് ശരിയാക്കിയിട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ വലിയ വലിയ ചെലവിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അല്ലെ. അപ്പം മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് പിന്നെ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ്, സംശയമില്ല. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, തേയ്മാനം എന്തല്ല? ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ. പിന്നെ അടുത്ത് ഗുഡ്സ് പർച്ചേസസ്, സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസങ്ങളും സാധനങ്ങൾ വാങ്ങും, ആ സാധനങ്ങൾ നമ്മൾ വിറ്റുകൊണ്ടേ നിൽക്കും. അപ്പൊ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ല, അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്.
അത് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്, അതുകൊണ്ട് അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ അതും മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ, അതും നമ്മൾ തിരുത്തണം. പിന്നെ ആ സ്റ്റുഡൻറ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ കൊടുത്തത് എന്താണ്? സെയിൽ ഓഫ് ലാൻഡ്. സെയിൽ ഓഫ് ലാൻഡ്, ഭൂമി വിൽക്കുകയാണ്. ഭൂമി വിൽക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരിക്കലും എക്സ്പെൻഡിച്ചർ അല്ല, അത് എന്താണ്? അതൊരു ഇൻകം ആണ്. നമ്മളോട് ഇവിടെ പറയുന്നത് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ അത് സെയിൽ ഓഫ് ലാൻഡ് എക്സ്പെൻഡിച്ചർ അല്ല, അത് റെസിപ്റ്റ് ആണ്. അപ്പോൾ അത് നമുക്കിവിടെ എടുക്കേണ്ട. അടുത്ത ഇൻസ്റ്റലേഷൻ ചാർജ് ഓൺ മെഷീനറി, അതായത് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ, അത് മെഷീനറി വാങ്ങിക്കൊണ്ടുവന്നു, എന്നിട്ട് ആ മെഷീനറി ഫിറ്റ് ചെയ്യണം, അത് ആ മെഷീനറിയിൽ ഉൾപ്പെടുന്ന വിലയാണ്. അപ്പോൾ അത് ചാർജാണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ അത് നമുക്ക് തിരുത്തണം. പിന്നെ അടുത്താണ് റെന്റ് പെയ്ഡ്, അത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ. വാടക കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മാസങ്ങളും നമ്മൾ വാടക കൊടുക്കും, അപ്പോൾ അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ അതിനെ തിരുത്തണം. അപ്പോൾ എന്തൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരിക? മെഷീനറി പർച്ചേസ്ഡും ഇൻസ്റ്റലേഷൻ ചാർജ് ഓൺ മെഷീനറിയും. പിന്നെയോ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, റെന്റ് പെയ്ഡ്, ഗുഡ്സ് പർച്ചേസസ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിനെ തരംതിരിച്ച് എഴുതിയിട്ട് അത് കറക്റ്റ് ചെയ്യണം. 2 മാർക്കിനാണ് 2012 മാർച്ചിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2016 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. AFS എന്ന് ചോദിച്ചതാണ്. 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. സരിത ഡീലിംഗ് ഇൻ സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ്ഡ് ആൻ അൾമറ ഫോർ 34,000 and also purchased stationery items like a pen, pencil, paper, etc. for rupees 10,000. സ്റ്റേഷനറി സാധനങ്ങൾ വിൽക്കുന്ന ആളാണ് സരിത. അവർ 34,000 രൂപയുടെ അൾമറ വാങ്ങി, അതുപോലെ 10,000 രൂപയുടെ പെൻസില്, അതേപോലെ കടലാസ് തുടങ്ങിയ സ്റ്റേഷനറി സാധനങ്ങളും അവർ വാങ്ങിച്ചു. വിച്ച് ഓഫ് ദി എബോവ് ട്രാൻസാക്ഷൻസ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതാണ്? മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, മെഷീനറി അല്ല സോറി അൾമറ പർച്ചേസ് ചെയ്തിട്ടുണ്ട് 34,000 രൂപക്ക്, പിന്നെ വാങ്ങിയത് സ്റ്റേഷനറി ഐറ്റം ആണ്. അപ്പോൾ അതിൽ ഏതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? അപ്പോൾ ഏതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? അൾമറ പർച്ചേസ് ചെയ്തത് അല്ലേ. അപ്പോൾ എ എന്നുള്ളതിന് ആൻസർ പർച്ചേസ് ഓഫ് അൾമറ. ഇനി ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എഴുതണം. അപ്പോൾ 1 മാർക്ക് പർച്ചേസ് ഓഫ് അൾമറ എന്നെഴുതുന്നതിനാണ്, ബാക്കി 4 മാർക്കിനാണ് നമ്മൾ ഡിഫറൻസ് എഴുതേണ്ടത്. അപ്പോൾ 4 ഡിഫറൻസ് എഴുതണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ്സ് അക്വയർ ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിന് എന്തുണ്ടാവും? അതിൽ നിന്ന് ഒരുപാട് കാലം നമുക്ക് എന്ത് ചെയ്യാം? വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിന് ആവർത്തിച്ച് വരുന്നൊരു സ്വഭാവം ഇല്ല. അതായത് അത് ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ അത് നോൺ റെക്കറിങ് ആണ്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ ദൈനംദിനമായിട്ട് വരുന്ന ചെലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ അതിൽ നമുക്ക് ഏണിംഗ് ഒക്കെ നമുക്കതിൽ ഉണ്ട്, പക്ഷെ അതിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് റെക്കറിങ് ആണ്, ആവർത്തിക്കുന്നതാണ്. അതുപോലെ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാവും, ബെനിഫിറ്റ്സ് ഉണ്ടാവും. അത്ര എക്സ്പെൻഡിച്ചർ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒന്ന് പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഡിഫറൻസ് നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഒരു പോയിന്റ് എമൗണ്ട് സ്പെൻഡ് ഫോർ ദി അക്വിസിഷൻ ഓഫ് അസറ്റ്. അസറ്റ് നേടിയെടുക്കാൻ വേണ്ടി വരുന്ന ചെലവാണ് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചറോ എമൗണ്ട് ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി വരുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്തെ ഡിഫറൻസ് ഇൻക്രീസസ് ഏർണിംഗ് കപ്പാസിറ്റി. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രകാരം നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റ്സ് അക്വയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് കാലം നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഏണിങ്സ് അത് എന്ത് ചെയ്യും? ഏണിംഗ് കപ്പാസിറ്റി അത് ഇൻക്രീസ് ചെയ്യും, വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മറ്റത് മെയിൻറ്റെയിൻ ഏണിംഗ് കപ്പാസിറ്റി. നമ്മൾ വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പലിശ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ ഏണിംഗ് കപ്പാസിറ്റി നിലനിർത്താനാണ് പറ്റുക, ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിലും കൂടി ഒരു തവണ ചെലവാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. മൂന്നാമത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നോൺ റെക്കറിംഗ് ബൈ നാച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നോൺ റെക്കറിംഗ് ആണ്, അത് ആവർത്തിച്ച് വരുന്ന കാര്യമല്ല. എന്നാലോ റവന്യൂ എക്സ്പെൻഡിച്ചർ റെക്കറിംഗ് ബൈ നാച്ചർ, ആവർത്തിച്ച് വരുന്നതാണ്. നാലാമത്തെ ഡിഫറൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ബെനിഫിറ്റ്സ് മോർ ദാൻ എ ഇയർ. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ കാലം നേട്ടം ഉണ്ടാക്കാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ വഴി ബെനിഫിറ്റ്സ് ഫോർ 1 ഇയർ, ഒരു വർഷം നേട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ 4 പോയിന്റ്സ് ആണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോഴാണ് 5 മാർക്കിൻ്റെത് ആവുകയുള്ളൂ. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2020 കഴിഞ്ഞ് പോയ എക്സാമിന് ചോദിച്ചതാണ്.
റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. 2 മാർക്കിനാണ്. അപ്പോൾ 2 മാർക്കിന് ചോദിക്കുമ്പോൾ 2 എഴുതിയാൽ മതി. 2 തന്നെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. അപ്പോൾ നമ്മുടെ അടുത്ത ടേമാണ് ലോസ്. ലോസ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ. വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വന്നാൽ അതിനാണ് ലോസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. അതായത് എക്സ്പെൻസിനേക്കാളും കൂടുതൽ നമുക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് ലോസ് ഓണേഴ്സ് ഇക്വിറ്റി റെഡ്യൂസ് ചെയ്യും, എന്നാൽ പ്രോഫിറ്റ് ഓണേഴ്സ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്താണ് ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞ അൾട്ടിമേറ്റ് ഇൻക്രീസ് ഇൻ നെറ്റ് വർത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന്റെ മൊത്തം വരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻകം. നെക്സ്റ്റ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണർ അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ് ഇത്, ഡ്രോയിങ്സ്. ഇറ്റ് ഈസ് ദി എമൗണ്ട് വിഡ്രോൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. നെക്സ്റ്റ് ടേം അസറ്റ്സും ലാബിലിറ്റീസും കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് എക്സാമ്പിൾസ് വെച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടേം ആണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഫോർ യൂസ് ഇൻ ദി ബിസിനസ്. ബിസിനസ്സിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസിന്റെ ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതെന്താണ്, ഇറ്റ് ഈസ് ദി ഓണേഴ്സ് ക്ലെയിം. അത് ഉടമസ്ഥന്റെ അവകാശമാണ്. അതുപോലെ ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്. ഇനി ഇതെന്ന് പറഞ്ഞ ക്വസ്റ്റൻ ഏതൊക്കെയാണ്? അപ്പോൾ ക്യാപിറ്റലായിട്ട് ബന്ധപ്പെടുത്തിയോണ്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് 2011 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, 1 മാർക്കിന്. വാട്ട് റെപ്രസെന്റ്സ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ദി ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അപ്പോൾ എന്താണ് ആൻസർ? ക്യാപിറ്റൽ അല്ലേ. അതുപോലെ 2014 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, ദി ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് ഓൺഡ് ആൻഡ് വാട്ട് ഈസ് ഓവ്ഡ് ബൈ എ ബിസിനസ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ബിസിനസ്സിന് സ്വന്തമായുള്ളത്, വാട്ട് ഈസ് ഓൺഡ് ബിസിനസ് സ്വന്തമായുള്ളതും ഓവ്ഡ് ബിസിനസ്സിന് ബാധ്യപ്പെട്ടതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സും ലാബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ്. ബിസിനസ്സിന് വാട്ട് ഈസ് ഓൺഡ്, ബിസിനസ് സ്വന്തമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ്. വാട്ട് ഈസ് ഓവ്ഡ്, ബിസിനസ്സിന് ബാധ്യതപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിലിറ്റീസ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, പ്രോഫിറ്റ്. അപ്പോൾ ഏതാണ് ആൻസർ? ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ലാബിലിറ്റി. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതിന് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു ടേമാണ് ഇത്, സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സാധനങ്ങൾ വിൽക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്നത്. അടുത്ത പർച്ചേസസ്, ബിസിനസ്സിൽ വിൽക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഗുഡ്സ് ഓർ സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സ്പെയർസ് ആവാം, ഗുഡ്സ് ആവാം. അതുപോലെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും സാധനങ്ങളുടെ സ്റ്റോക്കിനൊക്കെ നമ്മൾ എന്ത് പറയും, ഗുഡ്സ് എന്ന് പറയും. അതിൽ അൺസോൾഡ് ഗുഡ്സ് ഉണ്ടാവും, റോ മെറ്റീരിയൽസ് ഉണ്ടാവും, സ്പെയർസ് ഇൻ ഹാൻഡ്, അതായത് കയ്യിൽ മിച്ചം വരുന്നതും ഉണ്ടാവും, അതായത് വിൽക്കാതെ ബാക്കി നിൽക്കുന്ന സാധനങ്ങളും ഉണ്ടാവും, അസംസ്കൃത വസ്തുക്കളും ഉണ്ടാവും. കയ്യിൽ മിച്ചമുള്ളതിനൊക്കെ നമ്മൾ എന്തെന്ന് പറയും, സ്റ്റോക്ക് എന്ന് പറയും. സ്റ്റോക്കിന് മറ്റൊരു പേരുണ്ട്, ഇൻവെന്ററി. മറന്നു പോകരുത്, ഇൻവെന്ററി. അപ്പോൾ ആ രൂപത്തിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്റ്റോക്കിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്കറിയാം, ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും. അപ്പോൾ ഇന്ന് 2010 ശേഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ഇതിൽ നിന്ന് കണ്ടിട്ടില്ല എന്നൊരു അവോയ്ഡ് ചെയ്യരുത്, പഠിച്ചു വെക്കണം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ചോദിച്ചേക്കാം. അടുത്ത ടേമാണ് ഡെപ്റ്റേഴ്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്, ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനം കടമായിട്ട് സാധനങ്ങൾ ഒരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ വാങ്ങിയ വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെപ്റ്റേഴ്സ്. അവിടെ എപ്പോഴും കുട്ടികൾക്ക് മാറുന്നതാണ് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ദി പേഴ്സൺ ഹു ഓവ് ടു ദി ബിസിനസ്. അതായത് ബിസിനസ്സിനോട് കടപ്പാടുള്ള വ്യക്തി ആരാണോ അവരെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിനോട് കടപ്പാടുള്ള ആൾ ആരാണ്, ബിസിനസ്സിൽ നിന്നും കടം വാങ്ങിയ പുറത്തുള്ള വ്യക്തിയാണ് ആര്, ബിസിനസ്സിനോട് കടപ്പാടുള്ള വ്യക്തി. അപ്പൊ കടം വാങ്ങുന്നവനാണ് ആര്, ഡെപ്റ്റേഴ്സ്. അപ്പൊ ഡെപ്റ്റേഴ്സ് ഉണ്ടാവുന്ന എപ്പോഴാണ്, കടമായിട്ട് സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് ആരുണ്ടാവുക, ഡെപ്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ ഇതിൽ നിന്നും 2011 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ബിസിനസ് സോൾഡ് ഗുഡ്സ് ടു മുജീബ് ഓൺ ക്രെഡിറ്റ്. മുജീബ് ഈസ് ദി ഡാഷ് ഓഫ് ദി ബിസിനസ്. അതായത് ബിസിനസ് മുജീബിന് സാധനം കടമായിട്ട് വിറ്റു.
മുജീബ് ബിസിനസിന്റെ ആരാണ്? അപ്പൊ ആരാണ് മുജീബ് ബിസിനസ് മുജീബിന് സാധനം കടമായിട്ട് വിറ്റു. അപ്പൊ മുജീബാണ് എന്ത് ചെയ്തത്? കടം വാങ്ങിയത്. കടം വാങ്ങിയ ആളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെപ്റ്റർ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഡെപ്റ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 2011 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ചോദിച്ചതാണ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ AFS എന്നാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് മിസ്റ്റർ കുമാർ പർച്ചേസ്ഡ് ഫ്രം അവർ ബിസിനസ് for ₹10,000 he is our creditor. അതായത് മിസ്റ്റർ കുമാർ ബിസിനസ്സിൽ നിന്നും 10,000 രൂപക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഹി ഈസ് അവർ ക്രെഡിറ്റർ എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? എന്താണ്? ഫോൾസ് അല്ലേ? അതായത് ബിസിനസ്സിൽ നിന്നും മിസ്റ്റർ കുമാർ പർച്ചേസ് ചെയ്തതാണ്. ബിസിനസ്സിൽ നിന്നും മിസ്റ്റർ കുമാർ പർച്ചേസ് ചെയ്തു 10,000 രൂപക്ക്. ഇവിടെ പറയുന്ന അയാൾ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ ആണോ? അല്ല. ബിസിനസ്സിൽ നിന്നും ആരാണോ കടം വാങ്ങുന്നത് അയാൾ ആരാണ്? ഡെപ്റ്റർ ആണ്. ബിസിനസ് സ്ഥാപനം പുറത്തുനിന്ന് കടം വാങ്ങി കഴിഞ്ഞാൽ ബിസിനസ് ആരാണ്? ക്രെഡിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ആൻസർ? ഡെപ്റ്റർ ആണ്. 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2012 മാർച്ചില് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫാത്തിമ ടുക്ക് ആൻ എഡ്യൂക്കേഷണൽ ലോൺ ഓഫ് ₹10,000 ഫ്രം SBI കാലിക്കറ്റ്. ദി റിലേഷൻഷിപ്പ് വിച്ച് എക്സിസ്റ്റ് ബിറ്റ്വീൻ SBI ആൻഡ് ഫാത്തിമ ഈസ് ഡാഷ്. അതായത് ഫാത്തിമ ഒരു എഡ്യൂക്കേഷണൽ ലോൺ എടുക്കുകയാണ് SBIയിൽ നിന്ന്, കാലിക്കറ്റിലെ SBIയിൽ നിന്നും. അപ്പോൾ SBIക്കും ഫാത്തിമക്കും ഇടയിൽ നിലനിൽക്കുന്ന ബന്ധം എന്താണ് എന്നുള്ളതാണ്. അതായത് ഫാത്തിമ ആരാണ്, SBI ആരാണ്, അതായത് ഡെപ്റ്റർ ആര്, ക്രെഡിറ്റർ ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ ഉണ്ട്. ഫാത്തിമ ഈസ് ദി ഡെപ്റ്റർ ഓഫ് SBI കാലിക്കറ്റ്. SBI കാലിക്കറ്റ് ഈസ് ദി ഡെപ്റ്റർ ഓഫ് ഫാത്തിമ. ഫാത്തിമ ഈസ് ദി ക്രെഡിറ്റർ ഓഫ് SBI കാലിക്കറ്റ്. ഫാത്തിമ ഈസ് ദി പ്രൊപ്പറേറ്റർ ഓഫ് SBI കാലിക്കറ്റ്. അപ്പൊ ഏതാണ് ആൻസർ? എന്താണ്? ഫാത്തിമ ഈസ് ദി ഡെപ്റ്റർ ഓഫ് SBI കാലിക്കറ്റ്. ഫാത്തിമ ആരാണ്? SBIയുടെ ഡെപ്റ്റർ ആണ്. കാരണം എന്താണ്? SBIയിൽ നിന്നും ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തി എഡ്യൂക്കേഷണൽ ലോൺ എടുത്തതാണ്. അപ്പൊ അവിടെ കടം വാങ്ങിയത് ആരാണ്? ഫാത്തിമയാണ്. അപ്പൊ ഫാത്തിമ ആരാണ്? ഡെപ്റ്റർ ഓഫ് SBIയുടെ. ഇനി കഴിഞ്ഞ പോയ നമ്മുടെ എക്സാമിന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് 1 മാർക്കിന് ചോദിച്ചതാണ്. 2020 ദി പേഴ്സൺ ഹു ഓവ്സ് മണി ടു ദി ബിസിനസ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ബിസിനസ്സിനോട് പണത്തിന് കടപ്പെട്ടിരിക്കുന്ന വ്യക്തി അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ്? ഡെപ്റ്റർ അല്ലെ. അപ്പൊ എത്രയാണ് ഇതിൽ നിന്ന്? ഇനി അടുത്തതാണ് ക്രെഡിറ്റേഴ്സ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു whom the business owes on account of credit purchases made. അതായത് ബിസിനസ് സ്ഥാപനം ആരോടാണോ കടം വാങ്ങിയത്, സാധനങ്ങൾ കടമായിട്ട് പർച്ചേസ് ചെയ്തത്, എന്തിന്? സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കടമായിട്ട് ആരോടാണോ വാങ്ങിയത് അവരോട് ബിസിനസ് സ്ഥാപനം കടപ്പെട്ടിരിക്കുന്നു. ആ ബിസിനസ് സ്ഥാപനം ആരോടാണോ ഓസ് ചെയ്തിരിക്കുന്നത്, കടപ്പെട്ടിരിക്കുന്നത്, അയാളാണ് ആരെന്ന് പറയുന്നത്? ക്രെഡിറ്റേഴ്സ്. ബിസിനസ് സ്ഥാപനത്തിനോട് ആരാണോ കടപ്പെട്ടിരിക്കുന്നത് അയാളാണ് ആര്? ഡെപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇതുവരെ വന്ന് കണ്ടിട്ടില്ല, എന്തായാലും മനസ്സിലാക്കി വെക്കുക. അടുത്ത ടേമാണ് അക്കൗണ്ട്സ് പേയബിൾ. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ആണ് അക്കൗണ്ട്സ് പേയബിൾ. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതായത് ഡെപ്റ്റേഴ്സ് നിന്ന് കിട്ടാനുള്ള തുകയാണ് എന്ത്? അക്കൗണ്ട്സ് റിസീവബിൾ. അതായത് ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ് ആണ് എന്ത്? അക്കൗണ്ട്സ് റിസീവബിൾ. അപ്പൊ ഇത്രയും ടേംസ് ആണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ടേംസ് ക്വസ്റ്റ്യൻ വന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാത്തതും മനസ്സിലാക്കി വെക്കുക. ഇതുവരെ ചോദിച്ചതെന്ന് മാത്രം ചോദിക്കാന്നുള്ളതില്ല, കുറഞ്ഞൊരു പെർസെൻറ്റേജ് നമ്മൾ ഇതുവരെ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസിനും വരും. അപ്പൊ അതുകൊണ്ട് അതും കൂടെ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇതും 2010 മുമ്പുള്ള വർഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. 2010 ശേഷം ഒരു തവണയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്, 2012 സേ എക്സാമിന്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് അത് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മിന്നു ഈസ് വർക്കിംഗ് ആസ് ആൻ അക്കൗണ്ടന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ചിന്നു ഈസ് വർക്കിംഗ് ആസ് എ ബുക്ക് കീപ്പർ. അതായത് മിന്നു ഒരു അക്കൗണ്ടന്റ് ആണ് ഒരു സ്ഥാപനത്തിൽ, ചിന്നു ഒരു ബുക്ക് കീപ്പറുമാണ്. അപ്പൊ അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും. മിന്നു ആർഗ്യൂഡ് ദാറ്റ് ഹെർ വർക്ക് ഈസ് മച്ച് വൈഡർ ദാൻ ദാറ്റ് ഓഫ് ചിന്നു. മിന്നു വാദിക്കാണ് എന്ത്? അവളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നുവിന്റെ ജോലിയെക്കാളും അതായത് ബുക്ക് കീപ്പിനേക്കാളും ഒരുപാട് വൈഡറാണ്, ഒരുപാട് വ്യാപിച്ച് കിടക്കുന്നതാണെന്നാണ്. ഡു യു അഗ്രി? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? യെസ്, നമ്മൾ യോജിക്കുന്നുണ്ട്. 1 മാർക്ക്, അതാണ് ആൻസർ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വൈ? എന്തുകൊണ്ട്? അപ്പൊ അവിടെ എന്തുകൊണ്ട് എന്നുള്ളതിന് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് എന്താണ്? ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആൻസർ. ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് നമ്മുടെ ഡിഫറൻസ് എന്താണ്? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെക്കോർഡിംഗ് ആണ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തൊക്കെ മാത്രമാണ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ്? അതിൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും, അതായത് അനലൈസിസ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും, ഒക്കെ ചെയ്യും. അതാണ് ഈ അക്കൗണ്ടിങ്. അതുകൊണ്ട് തന്നെ വൈഡർ ആണ്.
പിന്നെ മറ്റൊരു ഡിഫറൻസ് എന്താണ്? ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ജസ്റ്റ് നമ്മൾ വിവരങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമാണ് ബുക്ക് കീപ്പിംഗിൽ ചെയ്യുന്നത്. എന്നാൽ അക്കൗണ്ടിങ്ങിൽ ഇറ്റ് അനലൈസസ് ആൻഡ് ഇന്റർപ്രറ്റ്, അത് അനലൈസ് ചെയ്യും ഇന്റർപ്രറ്റ് ചെയ്യുന്നു. പിന്നെ ബുക്ക് കീപ്പിംഗിന്റെ മറ്റൊരു ഡിഫറൻസ് എന്താണ്? അക്കൗണ്ടിങ് നമ്മുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് അക്കോർഡിംഗ് ടു നോർമൽ പ്രിൻസിപ്പിൾ, അതായത് ബുക്ക് കീപ്പിംഗിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഒരു സാധാരണ പ്രിൻസിപ്പിളൊക്കെ മതി. എന്നാൽ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്, അതിൻ്റെതായിട്ട് ചില റൂൾസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. അതായത് ഡെബിറ്റ് ഇന്ന സൈഡിൽ ക്രെഡിറ്റ് ഇന്ന സൈഡിൽ എന്നുള്ള ചില റൂൾസ് ഒക്കെ ഉണ്ട്. അത് പ്രകാരം അക്കൗണ്ടിങ് വർക്ക് ചെയ്യാനായിട്ട് സാധ്യമാവുള്ളൂ. പിന്നെ നാലാമത്തെ ഡിഫറൻസ് വർക്ക് ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ഡൺ ബൈ ജൂനിയർ ക്ലർക്ക്, അതായത് ബുക്ക് കീപ്പിംഗ് വർക്ക് ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ, ഒരു ജൂനിയർ ക്ലർക്കിനെ പോലും ചെയ്യാം. എന്നാൽ അക്കൗണ്ടിംഗ് വർക്ക് ഡൺ ബൈ ഹൈ ക്വാളിഫൈഡ് പേഴ്സൺസ് ഓർ അക്കൗണ്ടൻസ്, CA ഒക്കെ കഴിഞ്ഞ അക്കൗണ്ടൻസോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ ബുക്ക് കീപ്പിംഗിന്റെ മറ്റു ഡിഫറൻസ് ആണ് ഡസ് നോട്ട് റിക്വയർ സ്പെഷ്യൽ നോളേജ് ആൻഡ് സ്കിൽ. ബുക്ക് കീപ്പിംഗ് വർക്ക് ജസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അക്കൗണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ജ്ഞാനത്തിന്റെയോ അറിവിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ അക്കൗണ്ടിംഗ് വർക്ക് റിക്വയർ സ്പെഷ്യൽ നോളേജ് ആൻഡ് സ്കിൽ, അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യണമെന്നുള്ള അവിടെ പ്രത്യേക ജ്ഞാനം സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരാൾക്ക് അക്കൗണ്ടിംഗ് വർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിംഗ് നമ്മുടെ ഡിഫറൻസ്. അപ്പോൾ 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ഡിഫറൻസ് എഴുതിയാൽ മതി. പറ്റുമെങ്കിൽ ഒരു 3 ഡിഫറൻസ് തന്നെ എഴുതി കൊടുക്കുക, എന്നാൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ടേംസിലൂടെ പോവാത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ 1-2 ക്വസ്റ്റ്യനും കൂടെ അതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ബൈ ഡാഷ്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് 1 മാർക്കിന്. ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിംഗ് ഈസ് യൂസ്ഡ്, ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിംഗ് യൂസ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആണ് കേട്ടോ ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിംഗ് യൂസ് ചെയ്യുന്നത്. അത് 2012 മാർച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2013 മാർച്ചിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്നാണ്. കംപ്ലീറ്റ് ദി സീരീസ് ബേസ്ഡ് ഓൺ ദി ഹിന്റ് ഗിവൺ, താഴെ തന്ന ഹിന്റ് പ്രകാരം ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഹിന്റ് ഇതാണ്: ഇൻടാഞ്ചിബിൾ അസറ്റ് ഒരു ഗുഡ് വില്ല് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റും ലിക്വിഡ് അസറ്റും എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റിന്റെ എക്സാമ്പിൾ ആണ് പ്രിലിമിനറി എക്സ്പെൻസ് എടുക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡെബിറ്റ് ബാലൻസ്. അത് എന്താണ്? ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്, മിഥ്യയായിട്ടുള്ള അസറ്റ്സ് ആണ്. പിന്നെ ലിക്വിഡ് അസറ്റ്സ് ആണ്, നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന അസറ്റ്സ് ആണ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് ക്യാഷ് ഓർ ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, അതിനൊക്കെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പാഠഭാഗം പറയുന്ന സമയത്ത് അത്ര തന്നെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഏരിയ ആണ്, എന്നാൽ എക്സാമിന് അതിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ക്വസ്റ്റ്യനും കൂടെ 2017 മാർച്ചിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ 1 മാർക്കിന് അക്കൗണ്ടിംഗ് മീൻസ് റെക്കോർഡിംഗ് ഓഫ് ഡാഷ്. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഏരിയകളിൽ. അപ്പോൾ എന്താണ് റെക്കോർഡിംഗ് ഓഫ്, എന്താണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷനുണ്ട്: എക്കണോമിക് ട്രാൻസാക്ഷൻസ്, എക്കണോമിക് ഈവൻറ്റ്സ്, ബോത്ത് ഓപ്ഷൻസ് എ ആൻഡ് ബി, നൈദർ ഓപ്ഷൻസ് എ ആൻഡ് ബി. അതായത് എക്കണോമിക് ട്രാൻസാക്ഷൻ ആണോ റെക്കോർഡ് ചെയ്യുന്നത്, എക്കണോമിക് ഈവൻറ്റ്സ് ആണോ, അതോ എ ആൻഡ് ബി, എയും ബിയും ആണോ, അല്ലെങ്കിൽ എ അല്ല ബി അതിൽ ഏതെങ്കിലും ഒന്നാണോ എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്? ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി അല്ലേ. എക്കണോമിക് ട്രാൻസാക്ഷൻസും എക്കണോമിക് ഈവൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡെപ്റ്റേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 2017 മാർച്ചിൽ ചോദിച്ചത് തന്നെയാണ് 1 മാർക്കിന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ. വിനോദ് ടുക്ക് എ ലോൺ ഓഫ് ₹1 lakh ഫ്രം കാനറ ബാങ്ക്. കാനറ ബാങ്കിൽ നിന്ന് വിനോദ് 1 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദി ഡെപ്റ്റർ ഇൻ ദി അബോവ് ട്രാൻസാക്ഷൻസ്, അതായത് അതിൽ ആ ട്രാൻസാക്ഷനിൽ വരുന്ന ഡെപ്റ്റർ ആരാണ്? വിനോദ് ടുക്ക് എ ലോൺ, വിനോദ് ലോൺ എടുത്തതാണ് കാനറ ബാങ്കിൽ. നേരത്തെ ഫാത്തിമ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ. അപ്പോൾ വിനോദ് ആരാണെന്നുള്ളതാണ്. ആരാണ് വിനോദ്? അറിയാം അല്ലേ, ആരാണ്? ഡെപ്റ്റർ ആണ്. അപ്പോൾ കുറച്ചൊന്ന് സ്പീഡിലാണ് ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുള്ളത്, കാരണം നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഒത്തിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എത്തുള്ളൂ. എന്നാലും ഒരുപാട് കാര്യങ്ങൾ പറയാതെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ എല്ലാ ചാപ്റ്ററും കൂടെ നമ്മൾ ഒരൊറ്റ ദിവസം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ കിട്ടുള്ളൂ. ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൂടെ ഓർത്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലനേഷനിലൂടെ പോയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രധാനപ്പെട്ട ഏരിയകളും ഡിസ്കസ് ചെയ്തു. ഇനി നന്നായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.